തൂക്കുമടയിൽ വന്ന് ചാടി എന്നൊക്കെ പറയുന്ന പോലെ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് DSP ഒക്കെ പഠിച്ചു എന്നുള്ള നിലയ്ക്ക് വന്നപ്പോഴാണ് എൻ്റെ PhD പ്രോബ്ലം കൺട്രോൾ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത വർക്കുകളായിട്ട് വന്നത്. അങ്ങനെയാണ് അതിനോട് ഇഷ്ടവും അല്ലെങ്കിൽ അതിനോട് വേറെ വഴിയില്ലാണ്ട് കുട്ടിശങ്കരൻ പ്രേമിച്ചു എന്ന് പറയുന്ന പോലെ ആവും ശരി. നിങ്ങൾ ഈ സിനിമകളെ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ കുറച്ച് പഴയ സമയത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്ന സിനിമ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കിട്ടിയില്ലെങ്കിൽ കൈവക്കാം. ഓക്കെ, മാങ്ങ സീരീസ് കേട്ടോ. മാങ്ങ സീരീസ് എന്താ? മാങ്ങ സീരീസ് ആയിട്ട് വരുന്നതിനല്ല. മാങ്ങ സീരീസ് ഓഫ് ബുക്സ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് അതൊന്ന് പോയി സെർച്ച് ചെയ്യണം. നിങ്ങൾ ഈ മാങ്ങ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് പബ്ലിഷേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കണം. ഒരു 1990s മുതൽ തന്നെ ഈ പറയുന്ന അനിമയെ ബേസ് ചെയ്തിട്ടുള്ള സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ സയൻസ് ടോപ്പിക്കുകൾ കാർട്ടൂണായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ബുക്സ് ആണത്. അവരിറക്കിയ പുസ്തകങ്ങൾ ആൾജിബ്ര, ഡാറ്റ സയൻസ്, സിഗ്നൽ പ്രോസസ്സിംഗ്, മൈക്രോ പ്രോസസ്സേഴ്സ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഇതൊക്കെ മാങ്ങ സീരീസ് പുസ്തകങ്ങളുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. ഭയങ്കര രസം. കാരണം ഈ കൊറിയൻ സിനിമകൾ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമാസ് അല്ലേ, കൊറിയൻ ഡ്രാമാസ് കാണുന്ന പോലെയാണ്. തുടക്കത്തിൽ ഒരു ആൺകുട്ടി വരും, ഒരു പെൺകുട്ടി വരും, എല്ലാം പ്രേമിക്കാൻ നടന്ന് അവസാനം വരുന്നത് നോക്കിയിരിക്കും, ചിലപ്പോൾ പ്രേമിക്കാണ്ട് വിട്ടുപോകും. സെയിം ആണ് ഈ ബുക്കുകളിൽ മൊത്തം. പക്ഷേ ഈ പറയുന്ന സമയങ്ങളോട് തന്നെ നമുക്ക് ആൾജിബ്രയും പഠിച്ചെടുക്കും, സർക്യൂട്ട്സ് പഠിച്ചെടുക്കും, മൈക്രോ പ്രോസസ്സറും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് PDF തപ്പ മാങ്ങ സീരീസ് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വായിച്ചോളാം. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിനോട് വളരെ രസകരമായിട്ട് ഇഷ്ടം തോന്നിക്കണം. ഓക്കെ, നിങ്ങൾ 4th ഇയർ ആണോ 3rd ഇയർ ആണോ? ഇഷ്ടം പോലെ സമയമുണ്ട്. മാങ്ങ സീരീസ് മൊത്തം വായിക്കാൻ സമയമുണ്ട് കേട്ടോ. ഞാൻ പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് it's all about understanding how systems behave and how to behave them better. എങ്ങനെ സിസ്റ്റംസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, എങ്ങനെ അവരുടെ ബിഹേവിയർ ശരിയാക്കാം. ഇപ്പൊ താനൊരു സിസ്റ്റമിലേക്ക്, താൻ ഈ സിസ്റ്റത്തില് വേറെ ഒരുപാട് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു സിസ്റ്റമായിട്ട് താൻ ഇരിക്കുകയാണ്. അപ്പൊ ഒരു സബ് സിസ്റ്റം വിളിക്കാം. പക്ഷെ തനിക്കൊരു പ്രശ്നമുണ്ട്. താൻ ഡൈനാമിക്കാണ്, വെറുതെ ഇരിക്കാൻ പറ്റില്ല, അടുത്തിരിക്കുന്നവർക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു പ്രശ്നമാണ്. പക്ഷെ കൺട്രോൾ ആരെടുത്താപ്പോ? എക്സാക്ട്ലി എന്നെ എടുത്താപ്പോ. അപ്പൊ താനൊരു സിസ്റ്റം, തൽക്കാലം ഞാനൊരു കൺട്രോൾ സിസ്റ്റമാണ്. നമുക്ക് അവിടെ തുടങ്ങാം. താനേരെ ഓക്കെ. അപ്പൊ നമ്മൾ സിസ്റ്റത്തിന് ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ഞാൻ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പേസ് ഒന്നും കൂടി കറക്റ്റ് ചെയ്യും. ടീച്ചർ എടുക്കുന്നത് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന പേപ്പറാണ് അല്ലേ? ആണോ? ആ പേപ്പർ കൺട്രോൾ സിസ്റ്റം ആണോ? പേപ്പറിന്റെ പേര് ആണെന്നല്ല ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സിസ്റ്റം എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ ടീച്ചറോട് ചോദിക്കാതെ, ടീച്ചറെ ഞാനെന്റെ സിസ്റ്റം എന്ന് പേരുടെ പേപ്പർ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഈ കൺട്രോൾ സിസ്റ്റം പഠിപ്പിക്കാൻ വന്നത്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതെന്താ ചോദിക്കാൻ? ഞാൻ അപ്പുറത്തെ ക്ലാസ് എടുത്തിട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു 7000 എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് നോക്കുന്നുണ്ടോ? 7000 7000 ഇല്ല. നിങ്ങൾ ഭൂമിയിൽ വന്നിട്ട് 7000 ദിവസത്തിന് മുകളിലായി, 18 വയസ്സ് ക്രോസ് ചെയ്തേക്ക്. ഭയങ്കര ദിവസം, 7000 ദിവസം രാവിലെ നമ്മൾ നീച്ചു പോകും. അപ്പൊ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ശരിയില്ലേ? ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 7000 ദിവസം നമ്മൾ ഈ ലോകത്തുള്ള പല സിസ്റ്റത്തിനെയും നോക്കി വന്നിട്ട് ടീച്ചർ കൺട്രോൾ സിസ്റ്റം എടുക്കുമ്പോൾ എന്തിനാ ടീച്ചറെ കൺട്രോൾ ചെയ്യണമെന്ന് ചോദിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ആക്ച്വലി മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും കൺട്രോൾ സിസ്റ്റം ആണ് ഈ താൻ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ചെയ്യേണ്ട ആരെങ്കിലും ആണ് ഉദ്ദേശം ഉണ്ടാവും എല്ലാവരും. അപ്പൊ സിസ്റ്റം എന്നുള്ളതും കൺട്രോൾ എന്നുള്ളതും രണ്ട് യൂണിറ്റ് ചെയ്യണം. നമുക്ക് ഈ നോൺ ഡൈനാമിക്കൽ സിസ്റ്റത്തിനെ അമ്മായി സിസ്റ്റമാണ്. ഒരു കല്ല് ഞാൻ ഇവിടെ വെച്ചു, അത് അനങ്ങുന്നേയില്ല അൺലെസ് അതർവൈസ് എനി ഫോഴ്സ് ആക്റ്റഡ് ഓൺ ഇറ്റ്.
അതവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ അനങ്ങാൻ പോകില്ല. പക്ഷെ ഞാനൊരു ബോളാണ് വെച്ചത്, അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിൽ മറ്റേ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കളിക്കുന്ന മഞ്ഞ കളറുള്ള ബോളാണെങ്കിൽ അതവിടെ നിൽക്കും, അത് വിടും. അപ്പം ഞാൻ അതിനെ അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ എനിക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ അതിന് വേണ്ടി വരും. അപ്പം ഞാനൊരു ചെറിയ കൺട്രോൾ മെക്കാനിസം അവിടെ ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ കോംപ്ലക്സ് ആയിട്ട് ആലോചിക്കാമോ അങ്ങനെയൊക്കെ നമുക്ക് ആ സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ അതിന്റെ കൺട്രോളർ കോംപ്ലക്സ് ആയിട്ട് ആലോചിക്കേണ്ടി വരും. അതായത് ബോള് ഇറങ്ങാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണമെങ്കിൽ എനിക്കൊരു ടേബിൾ ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ 4 ഭാഗത്തും തടയിട്ട് വയ്ക്കാം. ഇതൊക്കെയാണല്ലോ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കൺട്രോളേഴ്സ്. പക്ഷെ അത് ഒരു സ്കൂട്ടറാണെന്ന് വിചാരിക്കാം, അതിന് ആക്സിലേറ്റർ ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് അതിന് കൂട്ടിയാൽ പെട്ടെന്ന്. പിന്നെ എനിക്ക് അതിനെ ഞാൻ ഈ ടേപ്പ് ഒട്ടിച്ച പോലെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇല്ല. സിസ്റ്റം എന്തായാലും ഭയങ്കര കോംപ്ലക്സ് ആകാൻ പറയും. മാത്രമല്ല 2 സെൻറ്ററിൽ നിൽക്കുന്ന സ്കൂട്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് പോവാം, ചിലപ്പോൾ അപ്പം തന്നെ വീഴാം, ചിലപ്പോൾ ഫ്രണ്ട് വന്നിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാം. പോസിബിലിറ്റീസ് ഇൻഫിനിറ്റ്. സോ ദ കൺട്രോൾ സിസ്റ്റം അഗൈൻ ഗോസ് ഇൻഫിനിറ്റ്. അപ്പം എങ്ങനെ ചെയ്യും? ഇതിൻ്റെ മാത്തമാറ്റിക്കൽ രൂപം പഠനമാണ് ശരിക്കും നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ നടക്കുന്നത് ടീച്ചറുടെ ക്ലാസ്. പക്ഷേ അപ്പൊ സിസ്റ്റത്തിന്റെ പഠനം എപ്പോഴാണ് നടന്നത്? പക്ഷേ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ കഴിയുന്നേ. എപ്പൊക്കെ കഴിഞ്ഞു? മാത്സ് ക്ലാസ്സുകളിൽ നിങ്ങൾ സിസ്റ്റം മോഡൽ ചെയ്യാനുള്ള ഫണ്ടമെന്റൽ മെത്തേഡ്സ് പഠിച്ചു, ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് പഠിച്ചു, മെട്രിക്സ് ആയിട്ട് പഠിച്ചു, ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് അനാലിസിസ് സിന്തസിസ്, അതായത് ബേസിക് ഇലക്ട്രോണിക്സ് 1, ബേസിക് ഇലക്ട്രോണിക്സ് 2. ആ സമയത്തൊക്കെ നിങ്ങൾ ഒരു ഫിൽട്ടർ ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറയും. ഡിസൈൻ എ ലോ പാസ് ഫിൽട്ടർ അല്ലെങ്കിൽ ഡിസൈൻ എ ബാൻഡ് പാസ് ഫിൽട്ടർ വിത്ത് ഇന്നർ ഫ്രീക്വൻസി. അപ്പൊ നിങ്ങൾ ആറും എല്ലും സി ഒക്കെ വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കും അല്ലേ? എന്നിട്ട് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണും. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ആ സിസ്റ്റത്തിന്റെ ബിഹേവിയർ. ആ സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ പഠിക്കാൻ നമ്മൾ പഠിച്ച മെത്തേഡുകളാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോമും ഒക്കെ. പിന്നെ അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ വെച്ചിട്ട് പഠിക്കണേ. എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ബേസിക്സ് തന്നെ എന്താ? അത് എപ്പോഴും 1/j ഒമേഗ എന്നുള്ളൊരു പാർട്ട് അല്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോ ഒക്കെ ഈ പറയുന്ന ഫ്രീക്വൻസി ആയിട്ടുള്ള കമ്പോണന്റ് ആയിട്ട് എപ്പോഴും അതിന്റെ ബന്ധമുണ്ട് ആണല്ലോ, ശരിയല്ലേ? ഒമേഗ ആ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് എഴുതുന്നതാണ് തന്നെ. ലോ പാസ് ഫിൽട്ടർ ഉണ്ടാക്കി നമ്മളെപ്പോഴും ഇലക്ട്രോണിക്സുകാർ ആദ്യം പറയുന്ന സാധനം എന്താ? ഒരു ആംപ്ലിഫയർ ആണ്. ഏറ്റവും എളുപ്പമുള്ള ആംപ്ലിഫയർ ഏതാ ഇലക്ട്രോണിക്സുകാർക്ക് മനസ്സിലാവുന്നത്? S3 ആവുമ്പോഴേക്കും RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലേ? കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലേ? അത് കഴിഞ്ഞ ഒരു ഗംഭീര ആംപ്ലിഫയർ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പാമ്പ് പഠിച്ചിട്ടുണ്ട്. അത് റിവൈൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫോറിയർ സീരീസ്? എന്താണ് ഫോറിയർ സീരീസ്? അതിന്റെ ഇക്വേഷനെങ്കിലും കാണാപ്പാടം ഓർമ്മ? ഫോറിയർ സീരീസേ ഓർമ്മയില്ല, പിന്നെ സാറി ഇക്വേഷൻ. ഫോറിയർ സീരീസ് എന്താ പഠിപ്പിച്ചത്? f of t equal to, ഞാൻ പറയാം മനസ്സിലൊന്ന് ഓർത്ത് വരുമെന്ന് ആലോചിച്ചാൽ മതി. f of t is equal to an plus summation അല്ലെങ്കിൽ a0 plus summation an cos omega nx plus summation bn sin omega nx. ഇത് കണ്ടത് ഓർമ്മയുണ്ടല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥം? f of t equal to ആണ് അല്ലെങ്കിൽ f of k n എന്തായാലും any signal in time domain f of t can be represented as a combination of a DC a0 ഒരു DC സിഗ്നൽ. ഞാൻ അതിന്റെ ഇലക്ട്രിക് സർക്യൂട്ട് വോൾട്ടേജും കറണ്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. a0 പ്ലസ് സമ്മേഷൻ an sin omega np പ്ലസ് cos omega np. അനാലിസിസ് അല്ലെങ്കിൽ ഡൈനാമിക് സിസ്റ്റത്തിന്റെ ബിഹേവിയർ അനാലിസിസ്. ചെറിയ മാറ്റം എന്നുള്ളത് ആ ഒരു മാറ്റം മാത്രമല്ല, അതിൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി ആകെ തുകയാണ് എന്നുള്ളതാണ്. കുറച്ച് കൺസെപ്റ്റ് പ്രശ്നമാണ്. ഇനി നിങ്ങളിത് മനസ്സിലിട്ടിട്ട് ഒന്നും കൂടി ആലോചിക്കാം. എന്നിട്ട് നെറ്റിലോ ചാറ്റ് ജിപിടിയിലോ എടുത്തോ
ഇപ്പൊ ഭയങ്കര എളുപ്പമല്ലേ? എക്സ്പ്ലെയിൻ ഫോറിയർ ട്രാൻസ്ഫോം ടു ബി ലൈക്ക് എ 15-year-old അല്ലെങ്കിൽ 10-year-old എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റെപ്രസെന്റേഷൻ വരും. വേണമെങ്കിൽ വരച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച് തരും. അപ്പം ഇനി നമുക്ക് മെല്ലെ നോക്കാം ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും ഏറ്റവും എളുപ്പത്തിൽ. ഇനി നമുക്ക് സിസ്റ്റത്തിനെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കൊന്നും ഏറ്റവും ഇപ്പോൾ ഇയാളെ തന്നെ പേര് ഞാൻ പറഞ്ഞു, ഹരിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഹരി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പല പ്രോസസ്സും ഒരു മനുഷ്യൻ ചെയ്യും. പക്ഷെ നമുക്ക് വരുന്ന ഇൻപുട്ട് എന്താ ശരിക്കും? പല മൾട്ടിപ്പിൾ സിസ്റ്റമാണ്. ഇപ്പൊ നമുക്ക് ഹരിനെ തൽക്കാലം ഇടാം, എളുപ്പത്തിലേക്ക് വരാം. എനിക്കൊരു വെൻഡിങ് മെഷീൻ, ഞാൻ കാശിട്ടു, കൊക്കക്കോളയോ പെപ്സിയോ പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ബിസ്ക്കറ്റോ പുറത്തേക്ക് വന്നു. ഒരു ഇൻപുട്ട് ഉണ്ട്. വെൻഡിങ് മെഷീൻ ഒരു സിസ്റ്റമാണ്. ഇറ്റ് ഹാസ് എ ഔട്ട്പുട്ട്. വളരെ സ്പെസിഫിക് ഇൻപുട്ടുകളാണ്, വളരെ സ്പെസിഫിക് ഔട്ട്പുട്ടുകളാണ്. ഇൻപുട്ടും ഡിഫൈൻഡ് ആണ്, ഔട്ട്പുട്ടും ഡിഫൈൻഡ് ആണ്. ഒരു മാറ്റമില്ല. 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ പായസം വരുമോ? ഇല്ല. പൊട്ടിയ ക്യാൻ വരുമോ? ഇല്ല. 99% വരില്ലേ? അപ്പൊ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത കൃത്യമായിട്ട് ഇൻപുട്ടുള്ള സിസ്റ്റങ്ങളെ നമുക്ക് എന്ത് പറയാം? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയും. പക്ഷെ അതിനേക്കാളും ഗംഭീരമായിട്ട് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഈ കാണുന്ന ആംപ്ലിഫയർ ആണ്. ഞാൻ സംസാരിക്കുന്നു, മൈക്ക് ഒരു ഇൻപുട്ടാണ്. ഇറ്റ് ഗോസ് ത്രൂ ദിസ്, goes to an amplifier, amplified through the speaker and coming out. ഇതൊരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പ്രൊവൈഡഡ് I don't give a feedback. If I am giving a feedback, ഞാൻ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്താണെന്ന് അറിയില്ലേ? Why it is like this? ഇത് ഇവിടുന്ന് പോകുന്ന സൗണ്ട് വാളിൽ തട്ടി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് ഈ മൈക്കിൽ വീണ്ടും വീഴുന്നുണ്ടാവും. ഇത് ക്യുമുലേറ്റ് ചെയ്ത് നടന്നിട്ട് സെൽഫ് സസ്റ്റൈനിങ് ഓസിലേഷൻ ആയിട്ട് മാറും. അപ്പൊ എന്തായി? ഫീഡ്ബാക്ക് ഒരു മോശം സാധനമായിട്ട് മാറും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മാനുവലി ആ ഫീഡ്ബാക്കിന് വാല്യൂ ഒന്ന് കുറച്ചു. അപ്പൊ ഏത് സിസ്റ്റത്തിനെയും അൺസ്റ്റേബിൾ ആക്കാനും അത് ഫീഡ്ബാക്ക് വഴി കറക്റ്റ് ചെയ്യാനും പറ്റും. ഫീഡ്ബാക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ഹൗളിംഗ് ആണ് പ്രശ്നം. കുറച്ച് കഴിഞ്ഞാൽ ഹൗളിംഗ് പോയി. ദിസ് ഈസ് ഇവിടെ ഞാൻ ചെയ്തത് മാനുവൽ ഇന്റർവെൻഷൻ ഓഫ് ഫീഡ്ബാക്ക് ആണ്. Am I right? മാനുവൽ ഇന്റർവെൻഷൻ ആണ്. ബട്ട് ഇറ്റ്സ് എ ക്ലോസ്ഡ് ലൂപ്പ് നൗ വിത്ത് എ മാനുവൽ കൺട്രോൾ. അപ്പോ സിസ്റ്റമായി ഞാൻ ഫീഡ്ബാക്ക് കറക്റ്റ് ചെയ്ത് വെച്ചു. ഇതാണ് സിസ്റ്റം കൺട്രോൾ. സിസ്റ്റത്തിന്റെ കൺട്രോളിന്റെ ഏറ്റവും എളുപ്പമുള്ള കൺസെപ്റ്റ്. ഇനി ഈ ഹൗളിംഗ് ഞാൻ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കും. വേണ്ടേ? ഞാനിപ്പോ എഡ് ഷീറിന്റെ പരിപാടി നടത്താം. ഞാൻ എഡ് ഷീറിനാന്ന് മേടിച്ചു. എഡ് ഷീറിൻ അല്ലേ അത്? ചെയ്യുന്ന പാട്ടുള്ളത് ഒരു പാട്ട് പോലും അറിയില്ല. ഏറ്റവും പുതിയ സിനിമയിലെ പാട്ട് ഏതാ എഡ് ഷീറിന്റെ? നിങ്ങളെ F1 മൂവി കണ്ടോ? F1 കണ്ടില്ലേ? സിനിമ കാണാറില്ല. നല്ല സിനിമകളാണ്. F1 കണ്ടോ? ഇല്ലല്ലോ. മിസ്സായില്ലേ? അത് ഐമാക്സിൽ കാണണം. പക്ഷെ ഇവിടെ അടുത്ത ഐമാക്സ് എവിടെ ഉള്ളത്? കൊച്ചി പോകണം, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം അല്ലേ? കുഴപ്പമില്ല അല്ലെ? നല്ലൊരു ഇവന്റ്. ഞാൻ എപ്പോഴും പറയണത് ഇലക്ട്രോണിക്സ് ആയാലും എപ്പോഴും നല്ല ഓർക്കസ്ട്രകൾ, നല്ല സൗണ്ട് സിസ്റ്റംസിനെ പിന്നാലെ നോക്കി. കാരണം ആംപ്ലിഫയേഴ്സ് ഇലക്ട്രോണിക്സ് ആരുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒന്നാണ്. ഏറ്റവും നന്നായി ട്യൂൺ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് മിക്സർ അറേഞ്ച് ചെയ്യുക. ആ മിക്സർ അറേഞ്ച് ചെയ്യുക ആള് ചെയ്യുന്നത് ഈ ലൂപ്പ് കൺട്രോൾ ആണ്. ചില ടോണുകളാണ് ഫീഡ്ബാക്കിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ കൊറിയർ പറഞ്ഞ പോലെ ചില ഫ്രീക്വൻസീസ് ആണ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഓസിലേഷന് വേണ്ടിയിട്ട് കാരണമാവുന്നത്. എല്ലാ ഫ്രീക്വൻസിയിലും അല്ല എനിക്ക് എന്തുണ്ടാവുന്നത്. ഇത് ഹൗൾ ചെയ്യുന്നതാണോ? കണ്ടോ, ഈ സൗണ്ട് ഞാൻ ശരിക്കും ഞാൻ പറയുന്ന സൗണ്ടാണോ? അല്ല, കുറച്ച് ടോൺ മാറിയിട്ടുള്ളതാണ്. സിസ്റ്റം ബിഹേവിയർ മാറി ആ ടോൺ വന്നപ്പോൾ. അതിനാണ് നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫ്രീക്വൻസി ഡൊമൈൻ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ അനലൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇവിടെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. മാത്തമാറ്റിക്കലി ഞാൻ സിസ്റ്റത്തിനെ
അനലൈസ് ചെയ്ത് ഒരു ആംപ്ലിഫയറിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് RLC സർക്യൂട്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ട് അതിലേക്ക് എല്ലാ ഫ്രീക്വൻസീസും ഞാൻ സംസാരിച്ചിട്ട് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ കൊടുത്ത് ആ 20 കിലോ ഹെർട്സ് മാത്രമേ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്ത് ആ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഞാൻ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാണ്, ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ഗെയിൻ എന്നുള്ള സാധനം. എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണ് സിസ്റ്റം ഡിസൈനിങ് ഭംഗിയാവുന്നത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 1, 2, 3 കൊല്ലം, മൂന്നാമത്തെ കൊല്ലം വരെ നിങ്ങൾ മാത്സ് പഠിച്ചിരുന്നത് ഈ സിസ്റ്റം ഡിസൈനിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സിസ്റ്റം ഡിസൈനിന് വേണ്ടി മാത്സ് പഠിച്ചു വരുന്ന സമയത്ത് അടുത്തായിട്ട് സിലബസ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താ ആലോചിക്കും? നിങ്ങൾക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റംസിനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അൺസ്റ്റേബിൾ സിസ്റ്റംസിലല്ലേ എന്റെ കുട്ടികൾ വന്നിട്ടാണ് അല്ലേ? ആ അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണ്ടേ? അതിനുള്ള മെത്തേഡ് കൂടി ഞാൻ പഠിക്കണം വേണ്ടേ? ഇനി ഞാൻ ഏറ്റവും എളുപ്പത്തിൽ അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പം നടക്കുകയില്ല, പക്ഷെ കൊടയാണ്. ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കിയില്ല. ഇതൊരു സ്റ്റേബിൾ സിസ്റ്റം ആണോ? അല്ലല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ ഉഗ്ര സ്റ്റേബിളാണ് അല്ലേ? പക്ഷെ അൺസ്റ്റേബിൾ ആയി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ മാറ്റം കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്യണം. അപ്പോൾ 3 ആക്സിസിൽ ഞാൻ ഇതിനെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആക്സിസിൽ, മൂന്നാമത്തെ ആക്സിസ് വേണമെന്നില്ല, 2 ആക്സിസിൽ ഇതിന്റെ പൊസിഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് വീഴും. കാരണം ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ് ഒക്കെ മാറി ഇത് കൊളാപ്സ് ചെയ്യും. ഇങ്ങനെ താഴത്തെ മാറ്റും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ കോഡേനെ ഈ പിവറ്റ് പോയിന്റ് വെച്ചിട്ട് മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യണം. എന്നിട്ട് ഇനി ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന കൺട്രോൾ മെത്തേഡുകൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ബേസിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് പഠിക്കും. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ടീച്ചർ പറയുന്ന വാക്കുകൾ അതൊക്കെ ആയിരിക്കും. PID പ്രൊപ്പോർഷണൽ, ഇന്റഗ്രൽ, ഡെറിവേറ്റീവ്. PID കൺട്രോൾ ലൂപ്പ് മെക്കാനിസങ്ങൾ നമ്മൾ തന്നെ പഠിക്കും. ആദ്യം നമ്മൾ ആലോചിക്കും, ഓക്കെ ഒരു ചേഞ്ച് വരുത്തണം. ഓക്കെ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു, അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം കൂടെ മൂവ് ചെയ്യണം അല്ലേ? മൂവ് ചെയ്യണം. പക്ഷെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എത്ര ടൈമിലാണെന്ന് കൂടി നോക്കണം. അതിനനുസരിച്ച് വേണം താഴെ ഞാൻ മാറ്റാം വേണ്ടേ? ഇത് മെല്ലെ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ മെല്ലെ മാറ്റിയാൽ മതി അല്ലേ? മെല്ലെ വീണ്ടും ഞാൻ പെട്ടെന്ന് നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ എന്തായി? പ്രശ്നമായി. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഫോള് കൂടി ഞാൻ മെഷർ ചെയ്യണം. അപ്പൊ എന്തായി? ടൈം എന്നുള്ള ആക്സിസ് അവിടെ വന്നു. ചേഞ്ച്, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ചേഞ്ച് എത്ര ടൈമിലാണ് വരുന്നത് എന്നുള്ളതൊരു കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ എന്തായി? പ്രൊപ്പോർഷണൽ ആയിട്ട് മാറ്റണം, പക്ഷെ എത്ര പെട്ടെന്ന് മാറ്റണം, അവിടെയാണ് ഡെറിവേറ്റീവ് കണ്ടന്റ് വരുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? dx/dt അല്ലെങ്കിൽ dy/dt. Change happen in a particular time interval. Change happen in a particular time interval. dx അല്ലെങ്കിൽ dy/dt. അപ്പൊ ആ സമയം, ആ റേഷ്യോ നമ്മൾ എടുക്കണം. ഇനി ഞാനിത് കുറച്ച് നേരമായി പരിപാടി നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കിതൊരു പാറ്റേൺ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു എറർ ക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് എത്രയാണെന്ന് എനിക്ക് അറിയേണ്ടി വരും. അതറിഞ്ഞാൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നിൽക്കാൻ പറ്റും. അതാണ് പഴയ കാര്യങ്ങളെല്ലാം നോക്കണം. ഇന്റഗ്രൽ, പഴയ എറേഴ്സ് എല്ലാം ക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ട് ഇന്റഗ്രൽ കാര്യം കൂടി നോക്കണം. അപ്പോൾ പ്രൊപ്പോർഷണലായി, ഇന്റഗ്രലായി, ഡെറിവേറ്റീവായി. എററിന്റെ പ്രൊപ്പോർഷണാലിറ്റി എടുത്തു, എററിന്റെ ഡിഫറൻഷ്യൽ എടുത്തു, അതായത് ഈ വിചാരിച്ചോളൂ. അതേപോലെ ഇന്റഗ്രൽ എടുത്തു. PID നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ ഒരു സാധനം കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ അതിന്റെ മാത്തമാറ്റിക്കൽ രൂപങ്ങൾ മാത്രമേ നമ്മൾ ആക്ച്വലി ആദ്യം ഇതിൽ പഠിക്കുന്നുള്ളൂ. പിന്നെ സിസ്റ്റത്തിനനുസരിച്ച് മെല്ലെ മെല്ലെ ആളിങ്ങനെ കൂടി 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 വരും. ഇനി നമുക്ക് അല്ലേ, പിന്നെ ബയോളജിക്കൽ സിസ്റ്റംസ്, ഹ്യൂമൻ അതിഗംഭീര സിസ്റ്റമാണ്. എത്ര ഇൻപുട്ടും എത്ര ഔട്ട്പുട്ടും ഉണ്ടെന്നും കണ്ടാൽ പറയാൻ പറ്റില്ല. ഭക്ഷണമാണ് ഇൻപുട്ട് എന്നൊക്കെ തോന്നാം, പക്ഷെ കണ്ണ്, മൂക്ക്, ഇതൊക്കെ ഓരോ സെൻസറി ഇൻപുട്ടുകളും ഇതെല്ലാം കൂടി കോംപ്ലക്സ് ആയിട്ട് ഇന്റർലിങ്ക്ഡും ആണ് ഹ്യൂമൻ. ഇത് കാലങ്ങളായിട്ട് ഇവല്യൂഷൻ കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ് അല്ലേ? അത് ഇവല്യൂഷനാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഏതിൽ മാത്രമല്ല, എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ മാത്രമല്ല, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഡ്രഗ് ഡിസൈൻ ആണെങ്കിലും
മോളിക്യൂൾസിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ വെച്ച് പുതിയ ഡ്രഗ് ഡിസൈൻ ചെയ്യുന്ന ടീമുകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് കേട്ടോ, IMSC. IMSCയിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ഡ്രഗ് ഡെവലപ്മെന്റ് ഡിസൈനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാത്തമാറ്റീഷ്യൻസ് ഉണ്ട്. അവര് മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ മോളിക്കുലർ ബയോകെമിസ്ട്രി ഒക്കെ കൃത്യമായി ബാച്ചോടെ നിങ്ങൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യണ പോലെ തന്നെ ഈ കെമിക്കൽ സിസ്റ്റത്തിനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യും. എന്നിട്ട് മറ്റ് കെമിക്കലിന്റെ ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അത് ഒരു ബയോളജിക്കൽ ഹ്യൂമൻ സെല്ലിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്ന് നോക്കും. അതെങ്ങനെയാണ് ബയോളജിക്കൽ ഹ്യൂമൻ സെല്ലിന്റെയും മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് മാത്തമാറ്റിക്കൽ അനാലിസിസ് വെച്ച് തന്നെ ചെയ്യും. ഇത് ഇത്രയും രസകരമായിട്ട് പറയാൻ കാരണം എൻ്റെ ജൂനിയർ ആയിട്ട് ഇലക്ട്രോണിക്സ് പഠിച്ച എൻ്റെ ബിടെക് ജൂനിയർ ഒരു പയ്യൻ ഗേറ്റ് കിട്ടി എംടെക് MD അറിയില്ല അത് ചെയ്തത്. PhD IMSCയിൽ ഈ ആർട്ടിഫിഷ്യൽ ഡ്രഗ് ഡിസൈനിലാണ് ചെയ്തത്. ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്ക് ആർട്ടിഫിഷ്യൽ ഡ്രഗ് ഡിസൈനിലേക്ക് പോവാം എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം ഫണ്ടമെന്റൽ മാത്സ് നമ്മളും അയാളും അവരും ചെയ്യുന്ന ഒന്നാണ്. ഒരു കാര്യം കൂടി മാത്സിനെ കുറിച്ച് തന്നെ പറയാം. 1 + 1 എത്ര? പറയാനില്ലേ? 2. ഓക്കെ. പിന്നെ ഇലക്ട്രോണിക്സ് ഡിജിറ്റലിലേക്ക് വന്നു 1 + 1 അതെങ്ങനെയാണോ 1 + 1 0 ആവണേ? അത് വല്ലാത്ത കാര്യം അറിയാണല്ലോ. 1 0 അല്ലേ? 8421 അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചു വെക്കുക. 1 0 അല്ലേ? ഇനി താനൊരു മറ്റേ ബഷീറോ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ആണെങ്കിൽ 1 + 1 എത്ര? ആയിഷ അതെങ്ങനെയാണോ? വൈക്കം മുഹമ്മദ് ബഷീർ ഒരു എഴുത്തുകാരന്റെ കവിയൊക്കെ അല്ലേ? ഇമ്മിണി വലിയ 1 അല്ലേ? താൻ എന്റെ ലോജിക്കൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇനി കാവ്യാത്മകമായിട്ട് പോരട്ടെ. ഓക്കെ, 1 + 1 ഇത്തിരി ഇമ്മിണി വലിയ 1 എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ 1 + 1 ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച 2 ബൈനറി പഠിപ്പിച്ചപ്പോ 1 0യും നിങ്ങൾ മലയാളം ഹിസ്റ്ററി മലയാളത്തിലാണ് BA എടുത്തെങ്കിൽ ഇമ്മിണി വലിയ 1. അപ്പൊ പ്ലസ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അല്ലേ? പ്ലസിനുണ്ട്, മൈനസിനുണ്ട്, ഡിവിഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊരു നിയമമാണ്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവുണ്ടാവും. കാരണം 1 മുതൽ 0 വരെ അല്ലെങ്കിൽ നമ്പർ ലൈനില് മൈനസ് മുതൽ 0 പ്ലസ് അതൊക്കെ വരുന്ന നമ്പർ ലൈനില് നിങ്ങൾക്ക് 1 + 1 എന്ന് പറയുന്നത് ബേസ് 10 ആണ്, ബേസ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടേക്കാണ് മാപ്പ് ചെയ്യേണ്ടതുണ്ട്. ബൈനറിയിൽ 1 മറ്റേലൊന്ന്. അപ്പോൾ അതിനൊരു നിയമം എന്ന് പറയും. ഇങ്ങനെ പ്ലസിനുണ്ട്, മൈനസിനുണ്ട്, ഡിവിഷനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഒരു നിയമത്തിന്റെ കൂട്ടമായി സെറ്റ് ഓഫ് ലോസ്. ഈ സെറ്റ് ഓഫ് ലോസിനെ നിങ്ങളൊരു പ്രത്യേക പേര് പറഞ്ഞ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അധ്യാപകർ അതിനെ പലവട്ടം വിളിച്ചിട്ടുണ്ട്. അതിനെ പറയാം ഓൾജിബ്ര എന്നാണ്. ഓൾജിബ്ര ഈസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ലോസ്. അപ്പൊ പണ്ട് കാലത്തെ ആൾക്കാര് കൂട്ടാനും കുറയ്ക്കാനും ഈ നാട്ടിലെ എല്ലാത്തിനെയും നമ്പർ ലൈനിലേക്കും കച്ചവടത്തിനും വേണ്ടി കൊണ്ടുവരണം. സൂര്യനിലേക്കുള്ള അകലം, ചന്ദ്രനിലേക്കുള്ള അകലം, അതേപോലെ എനിക്ക് എന്ന് വിത്തിറക്കാൻ പറ്റും, എന്ന് എനിക്ക് കൊയ്യാൻ പറ്റും, ദിവസങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യാൻ ഈ മാത്സിന്റെ ആവശ്യമുള്ളതുകൊണ്ട് പലരും കൃത്യമായിട്ട് എഴുതി വെച്ചു. ആ എഴുതി വെച്ച നിയമങ്ങളെയാണ്, റാഷണലി ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള നിയമങ്ങളെയാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. അതിന്റെ ബാക്കി പത്രമായിട്ടുള്ള അപ്പൊ പിന്നെ ആവശ്യമുള്ള കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്ര സമയം കൊണ്ട് അവിടെ എത്തുക, കുറച്ചുകൂടി സമയം കൊണ്ട് അവിടെ എത്തുക. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ആയി ടൈം എന്ന് പറയുന്ന സാധനമാണ്. ചില സമയത്ത് കുറെ കാലം ഒരു പൂ വിരിയുന്നത്, നേരത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ dF/dt dydx ഒക്കെ വന്നു. പിന്നെ ചെറിയ 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 കാര്യങ്ങൾ മെല്ലെ 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 വന്നിട്ട് വലുതായി ഒരു പൂ വിരിയുന്നത്. ഓരോ ദിവസം നോക്കി ഒന്നും മാറുന്നത് കാണില്ല. പക്ഷെ ഒരു ദിവസം 10 ദിവസത്തിന് ഇന്റർവെല്ലിൽ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പൂ വിരിയുന്നത് മൊത്തം നമുക്ക് കാണാം. ഇന്റഗ്രേഷൻ പല കുഞ്ഞു 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 അഡീഷൻ. അത് ഉണ്ടാക്കാം. അപ്പോ ഇങ്ങനെ നമുക്ക് ഫണ്ടമെന്റൽ മാത്സിനെ വളരെ രസകരമായിട്ട് ആൾക്കാർ വേണം വെച്ച് ചെയ്തതാണ്. വേറെ വഴിയില്ലാണ്ട്
ഈ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാ. എത്ര കൊല്ലം കൊണ്ട്? ആയിരക്കണക്കിന് കൊല്ലം കൊണ്ട്. അതിന്റെ ഇവല്യൂഷൻ എത്തി നിൽക്കുന്ന സിസ്റ്റം ഡിസൈനിലും അതിന്റെ അൺസ്റ്റേബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ഡിസൈനിന്റെ ക്ലാസ് റൂമില് ആണ് നിങ്ങൾ അല്ലേ ഒരുപാട് ഇവല്യൂഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് ഇനി ഇതിനെ കാണാൻ. നിങ്ങൾ ഇവല്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന ഗംഭീര ആൾക്കാരാണ്. നിങ്ങൾ സംഗമോഗ്രാമ മാധവനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദമോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെ കണ്ടില്ലാനറിയാം. ഇനി പറ്റില്ല, ആ കാലം കഴിഞ്ഞു പോയി. നമുക്കിത് പഠിക്കാൻ വേറെ വഴിയില്ല. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. കാരണം +2 സയൻസ് എടുത്ത് മാത്സ് എടുത്ത് നിങ്ങളിവിടെ എത്തിയതായതുകൊണ്ട് we can assume that this is your choice. അപ്പൊ let's enjoy and then learn it. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ? ഇനി കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ആദ്യം കൊടുത്ത ആ ഫോട്ടോയില് വൈ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ 5ാമത്തെ സ്ലൈഡ് കണ്ടോ? 5ാമത്തെ സ്ലൈഡ് അല്ലേ? സൂം ചെയ്ത് നോക്കി നോക്കൂ. എനിക്ക് അതായത് മൊബൈലായി നിൽക്കുന്നത്. നമുക്ക് തന്നെ സിസ്റ്റംസ് ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പേര് ധാരണ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം പല സാധനങ്ങളും സ്റ്റേബിൾ ആയതോന്നില്ല. കല്ലൊക്കെ ഓക്കെ സ്റ്റേബിൾ ആണെന്ന് വെക്കാം. പക്ഷെ എല്ലാതും ഒന്നെയാണ്, അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അതിനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ കൺട്രോൾ ചെയ്യണേ? കീപ്പിംഗ് സിസ്റ്റംസ് ഇൻ ചെക്ക്. Control systems are doing and is always checking whether those systems are stable or not. If not, we have to correct. അതാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പണി. റൈറ്റ്? ഓക്കെ. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ക്രൂയിസ് കൺട്രോൾ ഇൻ എ കാർ. എന്നിട്ട് പഴയ ഒരു പാട്ട മെക്കാനിക്സിന്റെ ഫോട്ടോ വെച്ചു അല്ലേ? അത് സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറയുന്ന ഒരു ഏറ്റവും ഗംഭീര കൺട്രോൾ എക്യുപ്മെന്റ് ആണ്. ഒന്നുമില്ല, അതിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ അതിന്റെ ഡി എന്ന് എഴുതിയൊരു പോയിന്റ് ഉണ്ടാവും കണ്ടോ? ആ ഡി എന്നുള്ള പോയിന്റിൽ താഴെ ബെൽറ്റ് ഇട്ടിട്ട് ഒരു എഞ്ചിനോ അല്ലെങ്കിൽ കറങ്ങുന്ന ഭാഗം ഉണ്ടാവും. ശരിക്കും അത് തുടങ്ങിയത് പഴയ ആവി എഞ്ചിനുകളുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെയോ ഡീസൽ എഞ്ചിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡീസൽ എഞ്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തു തുടങ്ങിയത്. ഓക്കെ, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തു തുടങ്ങി. അപ്പൊ താഴത്ത് ബെൽറ്റ് ഡ്രൈവ് ഇട്ടിട്ട് എഞ്ചിന്റെ പിസ്റ്റൺ നിന്ന് വരുന്ന റോട്ടറി ലീനിയർ മൂവ്മെന്റിനെ റോട്ടറി ആക്കിയിട്ടുള്ളത് നേരെ ഇവിടേക്ക് വരും. അപ്പൊ എന്തുണ്ടാവും? എങ്ങനെ എഞ്ചിൻ വർക്ക് ചെയ്യണേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇലക്ട്രിക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര പേർക്ക് ബൈക്ക് ഉണ്ട്? സ്കൂട്ടറോ ബൈക്കോ? ഇവിടെ ആരും സ്കൂട്ടർ കയറിയിട്ടുണ്ട്? കയറിയിട്ടുണ്ട്, എല്ലാവരും കയറിണ്ടാവുമല്ലോ. സ്കൂട്ടർ ഓടുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലാത്ത സാധനത്തിൽ ഒരു എഞ്ചിൻ ഉണ്ടെന്ന് അറിയാലോ, ഉറപ്പാണല്ലോ. എഞ്ചിനിൽ അത് വർക്ക് ചെയ്യുന്നത് പെട്രോൾ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചിട്ടാണെന്ന് അറിയാലോ. ഡീസൽ ഒഴിച്ചിട്ട് ഓടുന്ന വളരെ ദുർലഭ ബൈക്കുകളേ ഉള്ളൂ. എൻഫീൽഡിന്റെ പഴയ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബാക്കി 90% ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കൊടുത്താന്നില്ലായിരിക്കും. പെട്രോൾ എങ്ങനെയാ എനിക്ക് ഒഴിക്കണേ? പെട്രോൾ എങ്ങനെയാ കത്തിക്കണേ? പെട്രോള് വളരെ ചെറിയ തുള്ളിയായിട്ട് എയർ ആയിട്ട് മിക്സ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഒരു ഇരുമ്പ് സിലിണ്ടറിന്റെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റന്റെ മോളിൽ വെച്ച് ഒരൊറ്റ പൊട്ടിക്കില്ല. അതായത് ഒരു തുള്ളി ഹൈ പ്രഷർ ആയിട്ടുള്ള പെട്രോൾ എയർ മിക്സഡ് ഉള്ളിക്കിട്ട് ടപ്പ് കത്തിക്കും. കത്തിക്കുമ്പോൾ പിസ്റ്റൻ മോളിൽ നിൽക്കണമെങ്കിൽ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? ഹൈ പ്രഷർ ഉണ്ടാവും. ഹൈ പ്രഷറിൽ പിസ്റ്റനെ മെല്ലെ താഴേക്കാക്കും. ഇതൊരു ക്രാങ്ക് മെക്കാനിസത്തിലേക്കാണ് വരിക. ഇങ്ങനെ മുകളിൽ എന്നുള്ളത് ഇങ്ങനെ പോയതിന് താഴെ ഇങ്ങനെ തിരിക്കും. ഇത് ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈ റോഡ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ റോഡ് ആ തിരിയുന്നതാണ് നിങ്ങളുടെ നേരെ ടയറിലേക്ക് കണക്ട് ചെയ്യുന്നത് ബെൽറ്റ് വഴി. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്ന് വെച്ചു. അതായത് അവിടെ ഞാൻ പെട്രോൾ ഒഴിച്ചു. പെട്രോൾ ഞാനൊരു പൈപ്പ് കൂടെ വെറുതെ ആ ടാങ്കിന്റെ മുകളിലേക്ക് ഇട്ടെങ്കിൽ എന്തുണ്ടാകും? പെട്രോൾ ഒരുപാട് ഒഴുകി വരും, പിസ്റ്റൺ കത്തിപ്പിടിക്കും, പിസ്റ്റൺ വളരെ സ്പീഡിൽ കറങ്ങും അല്ലേ? അങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്റെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ആക്സിലേറ്റർ വഴി ഇതിനെ മെല്ലെ കൺട്രോൾ ചെയ്യും. ഇനി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രത്യേക സ്പീഡിൽ എപ്പോഴും കറങ്ങണം എന്ന് വരിക. ഞാൻ വണ്ടി ഓടിക്കുകയല്ല ചെയ്യണേ, ഞാനൊരു എന്താ പറയാ, എനിക്കൊരു ഫാൻ കറക്കണം. ഫാൻ എപ്പോഴും ഒരു പ്രത്യേക ആർപിഎത്തിലാണ് കറങ്ങണ്ടേ. ഞാനൊരു എഞ്ചിൻ ടേബിളോട് വെച്ചിട്ടുണ്ട്.
എനിക്ക് ആക്സിലേറ്റർ കൊടുക്കാനൊന്നും നേരില്ല, അത് സ്വയം കൺട്രോൾ ആകണം. അങ്ങനെ വേണ്ട സമയത്താണ് 1800-കളിൽ ഈ സാധനം ഉണ്ടാക്കി വെച്ചത്. ഇതിനുള്ളിൽ വളരെ രസകരമായ ബോൾ നോക്കിയാൽ കാണാം, 2 ബോളുകൾ കാണാം 2 സൈഡിൽ. ഈ താഴെയുള്ള ചക്രം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ബോളുകൾ ഇനേർഷ്യ കാരണം മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് വല്ലാതെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഇപ്പുറത്ത് ഒരു മരക്കഷത്തിനുള്ളിൽ കൂടെ പോയിട്ട് ഒരു കുട്ടി വാൾവിലേക്കാണ്. ആ വാൾവിന്റെ അടപ്പ് വേണ്ട വിധം തുറക്കുകയും ചെയ്യും. അത് ഈ ബോൾ മുകളിലേക്ക് പോകുന്നതിന് താഴുന്നതിനും പ്രപ്പോർഷണൽ ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ സ്പീഡിൽ കറക്കുമ്പോൾ ഈ ബോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് വരുന്ന പൈപ്പിലൂടെ വരുന്ന പെട്രോളിന്റെയോ അല്ലെങ്കിൽ ഫ്യൂലിന്റെയോ അളവ് കുറയ്ക്കും. അപ്പൊ എന്തായി, താഴത്തെ എഞ്ചിൻ കത്തുന്നത് അല്ലെങ്കിൽ തിരിയുന്നത് കുറയും. ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യണം. ഇതാണ് മെക്കാനിക്കലി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആദ്യത്തെ കൺട്രോൾ സിസ്റ്റം. ഇതിനെയാണ് ആദ്യം മാത്തമാറ്റിക്കലി മോഡൽ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, വളരെ ഭംഗിയായിട്ടുള്ള സിസ്റ്റം. ഇതിന്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കാണണം. അനിമേഷൻ വീഡിയോ ആയിട്ടും വർക്കിംഗ് വീഡിയോ ആയിട്ടും ഒരുപാടുണ്ട്. സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് തപ്പിയാൽ മതി കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഗവർണർ കൺട്രോൾ സിസ്റ്റം പഠിക്കുന്നതിന്റെ സിസ്റ്റം എന്താ പറയുക, എഞ്ചിനാണ്. എഞ്ചിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവർണർ ആണത്. അപ്പൊ അവിടെ എന്തൊക്കെ ഞാൻ പഠിക്കേണ്ടി വന്നു? മെക്കാനിക്കൽ പഠിക്കേണ്ടി വന്നു, എയർ മിക്സർ അല്ലെങ്കിൽ എയറും പെട്രോളും തമ്മിൽ കൂടി കത്തിക്കണം കെമിസ്ട്രി പഠിക്കേണ്ടി വന്നു. അതിന്ന് ഫിസിക്സ് പഠിച്ചു. അതായത് അത് കത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടുന്നു. അതിനെ എനിക്കൊരു സിലിണ്ടറിന്റെ ഉള്ളിൽ ആക്കി കഴിഞ്ഞാൽ ഒരു ഒരു മൂവിങ് ഡിവൈസ് ഉണ്ടാക്കാമെന്നും ഒരു പവർ ഡെലിവറി ചെയ്യുന്ന എക്യുപ്മെന്റ് ഉണ്ടാക്കാമെന്ന് പഠിച്ചു. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾ ഒരുവിധം എഞ്ചിനീയറിംഗ് പഠിച്ചു. അതാണ് സത്യം. ഇത്രയേ ഉള്ളൂ എഞ്ചിനീയറിംഗ്. ഇതിനെ പല മേഖലകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കിട്ടും, ഇലക്ട്രിക്കൽ കിട്ടും, മെക്കാനിക്കൽ കിട്ടും, സിവിൽ കിട്ടും. ഇനി ഇലക്ട്രോണിക്സിലും ഇതേപോലെ കൺട്രോൾ മെക്കാനിസങ്ങൾ നമ്മൾ നടത്തും. നിങ്ങൾ നേരത്തെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ പറഞ്ഞില്ലേ? നിങ്ങൾ എന്തായാലും ആംപ്ലിഫയർ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലേ? RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ REയുടെ ഡിസൈൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? RE RC കപ്പിൾഡ് കാണാൻ വരയ്ക്കാൻ പറ്റുമോ? ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ള കൺട്രോൾ സിസ്റ്റം പഠിക്കാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ സർക്യൂട്ടാണ്. നിങ്ങൾ മെക്കാനിക്കലില് എങ്ങനെയാണോ സെൻട്രിഫ്യൂഗൽ ഗവർണർ പറഞ്ഞ് ഞാനിപ്പോ നിങ്ങളെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്, അതുപോലെ അഴകാണ് ഈ സർക്യൂട്ട്. യു വോണ്ട് ബിലീവ്. ഞാനത് തൽക്കാലം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, കാരണം അത് നിങ്ങളുടെ സ്വന്തം ഏരിയയാണ്. എന്നാലും ഞാൻ പറയാം, ഇത് R1 R2 ആ 2 റെസിസ്റ്റൻസ് ബേസിക്കലി ട്രാൻസിസ്റ്ററിന്റെ ബയസിങ് സർക്യൂട്ടുകളാണ് അല്ലെ? എന്തിനെ ബയസ് ചെയ്യാൻ? ട്രാൻസിസ്റ്ററെയാണ് ബയസിങ് നിർത്തുന്നത്. ആ ബയസ് ചെയ്ത സർക്യൂട്ടുകൾ എന്തിനാ ബയസിങ് നിർത്തണേ? ട്രാൻസിസ്റ്ററിന് ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഉണ്ട് അല്ലെ? അത് പഠിച്ചിട്ടോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ? ഇനി തിരിച്ച് ഫസ്റ്റ് ഇയർ ലാബിലേക്ക് ഓടിപ്പോയിട്ട് അത് നോക്കണം എന്ന് പറഞ്ഞാൽ നോക്കണം. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ട്രാൻസിസ്റ്ററിന്റെ ബയസിംഗ് പോയിന്റ് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിഗ്നൽ കൊടുത്താൽ പല സമയത്തും ഡിസ്റ്റോർഷൻ വരും. ഇത് ശരിക്കും RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിലും ഈ പറയുന്ന അൺബയസിംഗ് ഉണ്ടാവുന്നത് അതിന്റെ ബയസ് പോയിന്റ് തെറ്റുന്നതോടുകൂടിയാണ്. അല്ലെങ്കിൽ ഇൻപുട്ട് വരുന്ന സിഗ്നൽ ബയസിനേക്കാൾ കൂടുതൽ മുകളിൽ പോയതോടുകൂടിയാണ് ചിലപ്പോൾ ഈ കട്ടായിട്ട് കേൾക്കാം. അത് നിങ്ങൾ സിഗ്നല് ബയസ് പോയിന്റിലും ആംപ്ലിഫൈ ചെയ്യുന്ന ലെവലിന് മുകളിൽ പോകുന്നുണ്ടാവും. തൽക്കാലം അത് അവിടെ നിൽക്കാം. ഇത് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട് ഈ എക്സ്പെരിമെന്റ്. അതില് ബയസ് പോയിന്റ് നിർത്തുന്നത് മാത്രമല്ല, ഇവിടെ ഈ ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് IB കറണ്ട് ഫ്ലോ ചെയ്യുന്നത്
അതേപോലെ ഇതിന്റെ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് RC by RE ആണ്. RC by RE ഓർമ്മണ്ടാവില്ല. ഗെയിൻ എന്ന് പറയുന്നത് അതായത് എത്ര ഇൻപുട്ട് കൊടുത്തു എത്ര ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് ഇൻപുട്ട് ഇൻറ്റു RC by RE ആണ് ഏകദേശം ഔട്ട്പുട്ട് വരും. ആ RE ഇത് കൂടെ എഴുതുന്ന വോൾട്ടേജ് ആക്ച്വലി ഇതിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. അങ്ങനെ പറയില്ല, അത് പക്ഷെ വളരെ ഭംഗിയായിട്ട് ഏത് ബുക്കിൽ പറയുന്നത് അറിയും. നമ്മുടെ ലാബ് മാനുവൽ ഏതാ? ഡോക്ടർ കെ നവാസ്. ചെറിയ ഇന്ത്യ ബുക്കാണ്. നവാസ് അല്ല, ചെറിയ ബുക്കല്ല, 2 വോളിയം ഉണ്ട്. ഫസ്റ്റ് ഇയറിന്റെ ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ലാബ് മാനുവൽ ബൈ ഡോക്ടർ കെ നവാസ്. അതിലെടുക്കുക കോംപ്ലിമെന്ററി ആംപ്ലിഫയറിന്റെ സർക്യൂട്ടിലെ എക്സ്പ്ലനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കും. അപ്പൊ നിങ്ങൾ ഈ RE വാല്യൂ അതുകൂടെ കറണ്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് ആ ബയസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആംപ്ലിഫയറിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത്, കൺട്രോൾ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നുള്ളത് അതിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ചെയ്ത് നിങ്ങൾ ഒരിക്കൽ കൂടി ലാബിൽ കാണാൻ ഞാൻ പറയും. എന്നിട്ട് ആ ഡിസൈൻ കംപ്ലീറ്റ് ഒന്നും. അപ്പോൾ ഈ കോംപ്ലിമെന്ററി ആംപ്ലിഫയറിന്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇത് തന്നെ കഴിയും. സിസ്റ്റം ഡിസൈൻ 101. സിസ്റ്റം ഡിസൈൻ 101 എന്ന് പറഞ്ഞാൽ ബാലപാഠം എന്നർത്ഥം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു ബൈക്കിലാണെങ്കിൽ നിങ്ങൾക്ക് വേഗത തിരിച്ചറിയാം. ഓക്കെ, പല ടൈപ്പ് ഫീഡ്ബാക്ക് എടുത്തു. സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഇൻപുട്ട് മാറ്റാൻ നോക്കുക. വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ ആക്സിലേറ്റർ സ്പീഡ് കൂടുതലാണെങ്കിൽ ആക്സിലേറ്റർ മെല്ലെ കുറയ്ക്കുക. അതിലേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്ത് നിങ്ങൾ ആ ഫീഡ്ബാക്ക് മെല്ലെ കുറയ്ക്കുക. എന്നിട്ട് അത് എന്താണോ മാറ്റം വരുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് കൂടുതൽ കൊടുത്താൽ ലീനിയർ ആയിരിക്കും. കുറയ്ക്കുക കൂട്ടുക എന്നത് മാത്രം ഉണ്ടെങ്കിൽ അതൊരു കൺട്രോളറിലേക്ക് കൊടുക്കുക. ഇതിന് നേരെ പിന്നി എഞ്ചിനിലേക്ക് ഫ്യൂൽ പമ്പ് ചെയ്യുന്ന പോലെയല്ല. ചില സമയത്ത് അത്ര എളുപ്പമായിരിക്കും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുകൾ വേണ്ടി വരും. അതായത് ഞാൻ ഈ കുടയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കുട വീഴുന്നുണ്ടോ ഇല്ലയോ പിന്നെ എങ്ങനെയാണ് ഞാൻ അറിയാം. ഇതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിന് ആക്ച്വലി ഇങ്ങനെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. അതിനെ പറയാം ഇൻവേർട്ടഡ് പെൻഡുലം എന്നാണ്. നിങ്ങൾ പെൻഡുലം കണ്ടിട്ടില്ലേ? ഇത് ശരിക്കും ഇൻവെർട്ടഡ് പെൻഡുലാണ്. ഇവിടെ വെച്ച് മോൾ ഭാഗത്താണ്. ഈ ഇൻവെർട്ടഡ് പെൻഡുലത്തിന്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഫീഡ്ബാക്ക് മെഷർ ചെയ്യുക? ഇതിന് മുകളിൽ ഒരു സെൻസർ വെക്കണം. ആ സെൻസർ എങ്ങനത്തെ ആവണം? ഇങ്ങോട്ട് വീണാറണം, ഇങ്ങോട്ട് വീണാറണം, അറിയണ്ടേ? അപ്പൊ അതിന് ആക്സിലറോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഗൈറോസ്കോപ്സ് ഒക്കെ ഉള്ള സെൻസേഴ്സ് അവൈലബിൾ ആണ്. ഇനേർഷ്യൽ മെഷർമെന്റ് സെൻസേഴ്സ് IMUs എന്നാണ് പറയാം. IMUs ഇഷ്ടംപോലെ MPU 6050 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ചെറിയ മൊഡ്യൂളുകൾ, ഗൈറോസ്കോപ്പ് മൊഡ്യൂളുകൾ അവൈലബിൾ ആണ്. അതിവിടെ ഒട്ടിച്ച് വെച്ച് ഇവിടെ നിന്നുള്ള ഡാറ്റ എടുത്ത് നേരെ ഒരു മൈക്രോ കൺട്രോളറിൽ കൊടുത്ത് അതാണ് ഇവിടുത്തെ കൺട്രോളർ. ഫീഡ്ബാക്ക് ആണ് ഗൈറോസ്കോപ്പ് ആക്സിലറേറ്റർ. നേരെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് എഴുതി താഴത്തൊരു മോട്ടർ ഉണ്ടെങ്കിൽ ആ മോട്ടറിനെ കറക്കാനുള്ള